ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ അവ്വലു ബാബു അഹ്വാലിൽ ഇസ്നാദിൽ ഖബരി. ഒന്നാമത്തെ ബാബ് അഹ്വാലുൽ ഇസ്നാദിൽ ഖബരിയ. രണ്ടാമത്തെ മുസ്നദ് ഇലൈഹിൻ്റെ, മൂന്നാമത്തെ മുസ്നദിൻ്റെ, പിന്നെ മുതഅല്ലഖാത്തിൽ ഫീൽ, അങ്ങനെ പോകും. അപ്പോൾ ആദ്യം ഇസ്നാദിൻ്റെ ഹാല ഹുവ ഇൻളിമാമു കലിമത്തിൻ ഇലാ ഉഖറ. ഈ ഇസ്നാദ് പറഞ്ഞാൽ ഒരു കലിമത്ത് വേറെ കലിമത്തിലേക്ക് കൂടലാണ്. ഏനൽക്ക് മിൻഹൈസു ഇഫാദത്തുൽ ഹുക്മി, ഹുക്മിനെ ഫായതപ്പിക്കുക എന്ന ഭാഗത്ത് കൂടെ. ഇപ്പോൾ ഗുലാമു സെയ്ദ് എന്നാണ് അവിടുത്തെ ഗുലാമു സെയ്ദിക്ക് ചേർന്നത്, അതിന് ഇസ്നാദ് അറിയില്ല, കാരണം അവിടെ ഹുക്മ കിട്ടണില്ല. ബാക്കിയതാ എന്തുകൊണ്ട് ഹുക്മ ചെയ്യുക? സുബൂത്തി മഫ്ഹൂമിതാവുമാരി മഫ്ഹൂമിൽ ഹുറ, ഒന്നിൻ്റെ ആശയം മറ്റതിൻ്റെ ആശയത്തിനിക്ക് സാബിത്താവുക, ഔ നഫീഹി അൻഹു, അല്ലെങ്കിൽ ഒന്നിൻ്റെ മഫ്ഹൂം മറ്റേൻ്റെ മഫ്ഹൂമിന് നഫീ ചെയ്യപ്പെടുക എന്നുകൊണ്ടുള്ള ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുന്ന ഭാഗത്ത് കൂടെ കൂടുന്നതിനെ എന്ത് അറിയുള്ളൂ? ഇസ്നാദ് എന്ന് പറയുള്ളൂ. ഇപ്പോൾ ഖാമ സെയ്ദ് ഇസ്നാദാ, കാരണം ഖിയാമിനെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്, സെയ്ദിലേക്ക് ചിലപ്പോൾ അവർക്ക് കാര്യം കിട്ടുകയും ചെയ്ത്. മാത്താമ്പർ എന്ന് പറഞ്ഞ ഒരു കാര്യം പഠിഞ്ഞില്ലേ? വൈന്നമാ ഖദ്ദമൽ ഖബർ അലൽ ഇൻഷായി. മുസന്നിഫ് ഖബറിൻ്റെ ചർച്ച ഇൻഷായിൻ്റെ ചർച്ചനേക്കാൾ മുന്തിച്ചു. ഇനി കുറേ കഴിഞ്ഞിട്ട് ബാബുൽ ഇൻഷാ ഇഞ്ഞ് വരും. ആദ്യപ്പോൾ ഇസ്നാദ് അപ്പം ഖബറാണ് അപ്പോൾ ആദ്യം പറയാൻ, ഖബറിന് ആദ്യം പറഞ്ഞത് കാനലി കസറത്തി മബാഹിദിഹീൻ. ഖബറിൻ്റെ ചർച്ച ഇൻഷായിനേക്കാൾ കൂടുതൽ ഉണ്ടായത് കൊണ്ട് അത് ആദ്യം പറഞ്ഞതാണ്. എന്നാൽ വേറെ ചോദ്യം, തഖദീമു അഹ്വാലിൽ ഇസ്നാദി. ഈ ഇസ്നാദിൻ്റെ ഹാലെന്തിനെ മുന്തിച്ചത്? അത് മുന്തിക്കല് അല്ല അഹ്വാലി തൊർഫൈനി, തൊർഫൈൻ്റെ ഹാലിനേക്കാൾ. മുസ്നദ് ഇലൈഹിൻ്റെ ബാബ് 2, മുസ്നദിൻ്റെ ബാബ് 3, ഇങ്ങനെ പോണത്. ആദ്യത്തെ ബാബ് ഇസ്നാദ്. ഏതോടു കൂടിയാണ് മൂപ്പര് ഇസ്നാദിനെ മുന്തിച്ചത്? കൗനി നിസ്ബത്തി മുതാഖിറത്തൻ അൻഹുമ. ഈ 2 തൊർഫിനെ തൊട്ട് നിസ്ബ ഇന്ത്യതാണല്ലോ. സെയ്ദും ഖിയാമും ഉണ്ടായിട്ടല്ലേ സെയ്ദിനെ ഖിയാമിക്ക് ചേർക്കാൻ ഖിയാമിനെ സെയ്ദ് ചേർക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഫിന്നസിൽ സംഭവിച്ചപ്പോൾ എന്താണ്? ആദ്യം തൊർഫാനി ഉണ്ടായത്, സെയ്ദും ഉണ്ടായി, ഖിയാമുണ്ടായിട്ട്, പിന്നെ അല്ലേ ഇതിനേക്ക് ചേർക്കൽ, ഖിയാമ് സെയ്ദിക്ക് ചേർക്കൽ. അപ്പോൾ ചേർക്കണ ചർച്ച ഒന്നാം ബാബും മുസ്നദ് മുസ്നദ് 2, 3 ആയത് എങ്ങനെയാണ്? അതിന് മറുപടി അറിഞ്ഞത് ലിഅന്നൽ ബഹ്സ ഫീ ഹാദൽ ഇൽമി, കാരണം ഈ ഇൽമിലുള്ള ചർച്ച അൻ അഹ്വാലിൽ ലഫ്ളി, ലഫ്ളിൻ്റെ ഹാലിനെ കുറിച്ചാണ്. എങ്ങനെയുള്ള ലഫ്ള്? അൽ മുത്തസിഫി ബികൗനിഹി മുസ്നദൻ ഇലൈഹി മുസ്നദൻ, മുസ്നദിലേഹി ആവുക അല്ലെങ്കിൽ മുസ്നദ് ആവുക എന്നതുകൊണ്ട് മുത്തസിഫായ ലഫ്ളിനെ കുറിച്ചാണ് ചർച്ച. വൽ മൗസൂഫു ബിദാലിക്കൽ വസ്ഫി, ആ വസ്ഫ് കൊണ്ട് വസ്ഫുറപ്പെട്ടത്. മുസ്നദ് ഇലൈഹി ആവുക, മുസ്നദ് ആവുക എന്ന വസ്ഫുള്ളത് ലാ യതഹഖഖു, അത് കോലപ്പെടൂലല്ലോ എന്തിനു ശേഷമല്ലാതെ, ഇല്ലാ ബഅദ തഹഖഖുൽ ഇസ്നാദി, ഇസ്നാദ് കോലപ്പെട്ടതിൻ്റെ ശേഷം അല്ലാതെ. സെയ്ദിൻ്റെ തടി മണ്ണുണ്ടോ മെലിഞ്ഞുകൊണ്ടാണോ നല്ല ഇവിടുത്തെ ചർച്ച. സെയ്ദ് മുസ്നദിലേഹി ആകുമ്പോൾ മുന്തിക്കണോ ബന്ധിക്കണോ എന്നുള്ള ചർച്ചയാണ്. ഇസ്നാദിൻ്റെ ബാബിൽ നമ്മൾ എന്ത് ചർച്ച നടത്തും? ഇസ്നാദിന് കളയണോ മുസ്നദിനെ കളയണോ കളയണ്ടേ എന്നുള്ള ചർച്ച എവിടെ നടത്തും? മുസ്നദിൻ്റെ ബാബിൽ നടത്തും. അപ്പം അതിനും വേണ്ടേ ഈ മുസ്നദ് പറഞ്ഞ സാധനം തന്നെ ഏതാണ് എന്താണ് മുസ്നദ് തിരിയുക, അവിടെ ഇസ്നാദ് തിരിയണം. അപ്പാണ് അതിനെ മുന്തിച്ച ഇസ്നാദിനെ മുന്തിച്ചത്. പിന്നെ വൽ മുത്തഖദ്ദിമു, ഈ ചോദ്യം ഓർത്താൽ നിങ്ങൾ മുന്തി അറിഞ്ഞല്ലോ, ആ സാധനം ഇന്നമാഹുവ ദാത്തുഹുമാ, അത് മുസ്നദിൻ്റെയും മുസ്നദിലേൻ്റെയും ദാത്ത് മാത്രമാണ് മുന്തിയത്, ഏത് ഭാഗത്ത് കൂടെ ഉള്ളതല്ല. ഇല്ലാ മിൻ ഹൈസു ദാലിക്കൽ ഇത്തിസാഫു, ആ ഇത്തിസാഫിൻ്റെ ഭാഗത്ത് കൂടെ അല്ലാതെ വെറും തടി മാത്രമേ മുന്തിയിട്ടുള്ളൂ. ഇത് പറഞ്ഞത് ശരി തന്നെയാണ്, മുന്തിയൊക്കെ ചെയ്തിരിക്കണ്. ചെയ്തുണ്ടായിട്ട് തന്നെയാണ് ഏതുണ്ടാകണത്, പിന്നെ ഖിയാമൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ഇസ്നാദ് ഉണ്ടാകുന്നത്, ശരി തന്നെയാണ്. വലാ കലാമ ഫീഹ, തടിമ നമുക്ക് ചർച്ചല്ല. ഖിയാമ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പരിപാടി, ജുലൂസ് പറഞ്ഞാൽ എങ്ങനെയാണ്, മരിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ്, അതൊന്നല്ല ഇവിടെ ചർച്ച നടത്തേണ്ടത്. ഇവിടെ നമുക്ക് മുസ്നദിലെയും മുസ്നദുമായിട്ട് വരുമ്പോൾ എന്തെല്ലാം ഹാലുകൾ വരും എന്നതാ ചർച്ച. ഇനി എന്താണ് ഇസ്നാദ്? അത് നിസ്ബത്തുൽ ഫീലി ഔ മഅനാഹു, മത്ന വായിക്കണം കേട്ടോ, ഇലാമാ ഹുവ ലഹു ഇൻദൽ മുത്തകല്ലിമി ഫിൽ ളാഹിരി ഹഖീഖത്തുൻ അഖ്ലിയത്തുൻ. അപ്പോൾ നിസ്ബത്ത് മൂത്ത കേട്ടോ. ഇനി മൂത്തേട്ടത് വായിക്കി, നിസ്ബത്തുൽ ഫീലി ഔ മാനാഹു, ഫീലിനെയോ ഫീലിൻ്റെ മാനാനെയോ ചേർക്കലാവുന്ന ഇലാ മാഹുവലഹു, അതിൻ്റെ യഥാർത്ഥ ഫായിലേക്ക് ചേർക്കലാവുന്നത് എവിടെയുള്ള മാഹുവലഹു ഇന്ദൽ മുത്തഖില്ലിമി ഫിൽ ളാഹിരി,
പറയുന്നവൻ്റെ അടുക്കൽ ഒരു പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നതായ മഹൂലിലേക്ക് ചേർക്കലാവുന്ന ഹഖീഖത്തുൻ അഖ്ലിയ്യത്തുൻ. അത് ഹഖീഖത്തുൻ അഖ്ലിയ്യ എന്നാ പേര്. വൈലാ മുലാബിസില്ലഹു, അതിനോട് ബന്ധപ്പെട്ടതിലേക്ക് ചേർക്കലാവുന്നത് ബിതാവൂലിൻ, ഒരു ന്യായീകരണത്തോടുകൂടി ചേർക്കലാവുന്നത് മജാസുൻ അഖ്ലിയുമാണ്. ഇങ്ങനെ മത്തിന് പോകണത് ഇങ്ങനെ അവരെങ്ങനെ എഴുതി എനിക്ക് അറിഞ്ഞൂടാ. വായിച്ചോളൂ. ഈ ഷറ കൂട്ടി വായിച്ചു. നിസ്ബത്തുൽ ഫീലിനെ നിസ്ബ ചെയ്യലാവുന്നത് ലം യഖുൽ ഇസ്നാദുഹു. ഇവിടെ മുസ്ലിം ഇസ്നാദുൽ ഫീലി പറഞ്ഞില്ല. മക്ക കിതാബിൽ അങ്ങനെ ഇത് തുഹ്ദിൽ ഖാലൊക്കെ അങ്ങനെയുള്ളത് ഇസ്നാദുൽ ഫീലി ആവുമാ ഫീ മാനാവും നല്ലുള്ളത്. തുഹ്ദിൽ ഖാന മാത്രമേ എങ്ങനെയാണ് ഇസ്നാദുൽ ഫീലി എന്നാണുള്ളത്. നമ്മൾ മുസ്ലിം എങ്ങനെ ഈ ഭാരത്തിൽ നിസ്ബത്തുൽ ഫീലിന ഈ ഭാരത്തിൽ എന്താ അങ്ങനെ ആക്കി ഇറങ്ങാനോ കമാ കാലോ ഖത്തീബ് റഹ്മഹുല്ല. എന്താ കാരണം? ലി അല്ലാ യരിദമാ യരിദു അലൈഹി. ഖതീബ് എന്നവരുടെ നിർവചനത്തിന് മേലിൽ വന്ന ചോദ്യം ഇവിടെ വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഖതീബ് എന്നവര് ഇസ്നാദു ഇബാറത്തിട്ടീനി. അപ്പം അതിന് മേലിൽ ഒരുപാട് ചോദ്യം വന്നു. ആ ചോദ്യം വരേണ്ട ചർച്ചക്കാണ് മുസ്ലിം എന്ത് കാട്ടി നിസ്ബിയാക്കിയേക്കാണ്. എന്താണ് ആ വന്നീന് ചോദ്യം? മിൻ അദമി ദുഹൂരി നിസ്ബത്തിൽ ഈകായിയത്തി വൽ ഇളാഫിയത്തി. ഈകായും ഇളാഫിയുമായ നിസ്ബ പ്രവേശിക്കുന്നില്ലല്ലോ. അന്നൽ മജാദൽ അഖ്ലിയ യജ്രി ഫീഹാ അയ്ളൻ. മജാദ് അഖ്ലിയ എന്ന സംഗതി അതിലും നടക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇസ്നാദി വാർത്തിട്ടുണ്ടെങ്കിൽ ഫാറൂഫ ഫീലിനെ അതിൻ്റെ ഫായിലേക്കും മജൂര ഫീലിന് ഐഫാലിക്ക് ചേർക്കണത്ത് മാത്രമല്ലേ ഏത് വരുള്ളൂ, ഹഖീഖത്തും മജാസൊക്കെ വരുള്ളൂ. അങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ മുലാഫിൻ്റെ ഇടയിലും ഫീലിൻ്റെയും മഫൂലിൻ്റെ ഇടയിലും ഏത് നടക്കലുണ്ട്? ഇസ്നാദ് അവിടെ ഈ ജാതി മജാസും ഹഖീഖത്തൊക്കെ നടക്കലുണ്ട്. അപ്പോൾ അതും ഉൾപ്പെടേണ്ടേ മൂല്യാരേ എന്നൊരു ചോദ്യം അവരോട് വന്നീനു, ഖതീബ് എന്നവരോട് വന്നീനു. ആ ചോദ്യം വരാതെക്കാൻ വേണ്ടിയാണ് മുസ്ലിം നിസ്ബ എന്നുണ്ടാക്കി. എന്നാൽ പിന്നെ ഏതും പെട്ടോളും ഇലാഫത്തും പെട്ടോളും. ഇപ്പം പിന്നെ അതാ ഉദാഹരണം പറഞ്ഞതാ മക്രുല്ലൈലി. ഈ മക്രുല്ലൈലിൻ്റെ അവിടെ രാത്രിയുടെ ചതിയിലാണ്. രാത്രിയുടെ ചതി. ഈ ലൈലി പറഞ്ഞ ശരിക്കും ലർഫാണ്. ലൈലി പറഞ്ഞ് ലർഫാണ്. മക്ർ എന്ന മസ്തറും ഇലാഫത്ത് ചെയ്യേണ്ടതിന് ഫായിൽക്കോ മഫൂൽ ഇലാഫത്ത് ചെയ്യേണ്ടതിന് ഭാര്യയ്ക്ക് ഇലാഫത്ത് ചെയ്തത് അതിൻ്റെ ലർഫുക്കാണ് ഇലാഫത്ത് ചെയ്ത്. അവിടെ ഏതുണ്ട്? മജാസ് ഉണ്ട്. അതുപോലെ തന്നെ വലാ തുത്തിയോ അമ്രൽ മുസ്ലിഫീൻ. നബിയെ വലാ തുത്തിയോ നിങ്ങൾ വൈപ്പെടേണ്ട മുമ്പിനീങ്ങൾ അമ്രൽ മുസ്ലിഫീൻ. മുസ്ലിമീങ്ങൾക്ക് വൈപ്പെടരുത്. മുസ്ലിഫീങ്ങളുടെ അമ്രക്ക് വൈപ്പെടരുത് എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു അമ്ര ആറുണ്ട്. ചേർക്കേണ്ടത് ഈക്കേനും മുസ്ലിമീങ്ങൾക്ക് നിസ്ബ ചെയ്യേണ്ടീന്, മഫൂലാക്കേണ്ടീന്. ഇവിടെ പിടിച്ച് മഫൂലാക്കിയത് അതിനെയാണ് അമ്രിനെയാണ്. അപ്പോൾ യഥാർത്ഥ മഫൂൽ അല്ലാത്തതിനെ കുറിച്ച് എന്താക്കീന്? മഫൂലാക്കീന്. അപ്പോൾ അവിടെ ഏതുണ്ട്? മജാസ് ഉണ്ട്. അപ്പോൾ ഇസ്നാദുൽ ഫീലി പാർത്തിട്ടുണ്ടെങ്കിൽ ഇതിലേത് പെടൂല? ഇതൊന്നും പേര് പെടൂല, മജാസിക്ക് പെടൂല. ആ ചോദ്യം ഖതീബ് നേരം വന്നപ്പോൾ മുഹമ്മദ് മുസന്നിഫ് എന്ത് കാട്ടി? മനഃപൂർവ്വം ഇസ്നാദ് ഒഴിവാക്കേണ്ട എന്താക്കി? നിസ്ബ നന്നാക്കി. എന്നാൽ ഇലാഫത്തിൽ എന്തുണ്ടാവും? നിസ്ബ ഉണ്ടാവും. മുല്ലാഫുല്ലാഫിൻ്റെ ഇടയിൽ നിസ്ബ ഉണ്ട്, ഫീലി മഫൂലിൻ്റെ ഇടയിൽ എന്തുണ്ട്? നിസ്ബ ഉണ്ട്. ഇസ്നാദേ ഇല്ലാത്തുള്ളൂ. ഔ മാനാഹു, അല്ലെങ്കിൽ അതിനെ മാനാനെ ചേർക്കലാണ്. മിനൽ മസ്തരി. എന്താണ് ഈ ഫീലിൻ്റെ മാന എന്നതാണ്? മസ്തർ, ഇസ്മയിൽ ഫായിലുൽ മഫൂല്, ഇസ്മു തഫ്ലീൽ, സിഫത്ത് ഷബ്ബഹ, ലർഫ്, ഇതൊക്കെ ഫീലിൻ്റെ മാനുള്ള സാധനങ്ങളാണ്. ഈ സത്ര സാധനങ്ങളൊക്കെ ചേർക്കലാവുന്നത് ഇലാ മാഹുവലഹു, മാഹൂലിലേക്ക് ചേർക്കലാവുന്നത്. അതങ്ങനെ പറയാൻ സുഖം. മാഹൂലഹു വൈറു മാഹൂലഹു പണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ തന്നെ പറയാം. മാഹൂലിലേക്ക് ചേർക്കുക. മാഹൂലിലേക്ക് ചേർക്കാനാൽ ആ ഇലാ ഷെയ്യിൻ യക്കൂലു ഫീലു മാനാഹു സാബിത്തല്ലി ദാലിക ഷെയ്യിൻ. ഒരു ഷെയ്യിലേക്ക് ചേർക്കൽ ഈ ഫീലിൻ്റെ മാനയും ആ ഷെയ്നിക്ക് സാബിത്തായതാണ്. അങ്ങനെ ഒന്നിലേക്ക് ചേർക്കൽ. ഇപ്പം മന്ത്രി പാലുണ്ടാക്കി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഫാരിക്കല്ല നമ്മൾ ചേർത്തിയേ. പണിക്കാരൻ പാലുണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പടവുകാരൻ അതല്ലെങ്കിൽ ആ മെറ്റലും കോൺക്രീറ്റും ഇട്ടുകാണ്ട് പണിയെടുക്കുന്ന പണിക്കാരില്ലേ, ആ പണിക്കാരൻ പാലം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത. കാരണം ആ പണി ആരെടുത്തത്? ഓരെടുത്തത്. അപ്പോൾ പിന്നെ ആ ബി അയ്യക്കൂന കായ്മൻ, ആ ഫീലും ആനെ ആകൽ കൊണ്ട് കായ്മൻ ബിഹി, ഈ വസ്തുവിൽ നിൽക്കുന്ന ആളുകൊണ്ട് പണിക്കാരിലാണല്ലോ ഇത് നിൽക്കുന്നത്, ഈ നിർമ്മാണം നിൽക്കുന്നത്. അപ്പോൾ വസ്ഫല്ലഹു അയാൾക്കുള്ള വിശേഷണവും ആയതുകൊണ്ട് യഥാക്കൽ ഫായിലിനെ പോലെ ഫീമാ ബുനിയൽ ഫീലു ലഹു, ഫീലിനെ ഫായിലിക്ക് വേണ്ടി അതോ മഅറൂഫ ഫീലാകുമ്പോൾ ഫീലിനെ ഫായിലെടുക്കുക എന്ന് പറഞ്ഞാൽ മഅറൂഫ ഫീല്. മഅറൂഫ ഫീലിൽ ഫായിലേക്ക് ചേർക്കും പോലെ നഹ്ബു ലറബ സെയ്ദുൻ അംറൻ. അത് ഹഖീഖത്ത. സെയ്ദാണ് അടിച്ചത്, അംറൻ അടി കിട്ടിയത്, റെഡിയ. ലറബ സെയ്ദുൻ അംറൻ. ഇത് യഥാർത്ഥ ഫായിലിലേക്ക് ചേർത്തിയേക്കുക. അവിൽ മഫ്ഊലി ബിഹിയെ പോലെ ഫീമാ ബുനിയൽ ഫീലു ലഹു, മഫൂലിനെടുക്കപ്പെട്ട ഫീലിൽ ഫീമ ഒരു ഫീലിൽ ബുനിയാൻ എടുക്കപ്പെട്ടു ലഹു ഫുൽ വേണ്ടി എന്ന് വെച്ചാൽ മജൂല ഫീല്. ഇതുപോലെ ദുരിബ സെയ്തുപോലും പോലെ സെയ്ദൻ അടിക്കപ്പെട്ടത് ആരടിച്ചതെന്ന് അറിയില്ല, അപ്പോൾ ദുരിബ സെയ്തു എന്നറിയാം. അപ്പോൾ രണ്ടും ഹഖീഖത്താണ്. ഇങ്ങനെ പറഞ്ഞ യഥാർത്ഥ ഫായിലേക്കും മഫൂൽ മജൂന മനാബി ഫായിലേക്ക് ചേർക്കലാവുന്നത് ഇന്ദൽ മുത്തക്കല്ലിമിൻ്റെ അടുക്കലുള്ള മാവുലഹു, സംസാരിക്കുന്നവനാവുമല്ലോ. നമ്മൾ കേൾക്കണേ, നമ്മൾ നല്ല നോക്കുക.
ഈ പറയുന്നവൻ്റെ വിശ്വാസപ്രകാരമുള്ള ഫായിലാവണം ചേർക്കുന്നത്. മനസ്സിലുണ്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലഖല്ലാഹു സമാവാത്ത് പിന്നെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഅ്മിനീങ്ങളും പറയുമ്പോൾ ഒരു കാഫിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഫായിലേക്ക് അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഓൻ്റെ വിശ്വാസപ്രകാരം ഇതൊന്നും ആര് ചെയ്തൊന്നും അല്ല, അള്ള ചെയ്തൊന്നും അല്ല. എന്നാലും ഈ പറയണ ആരാ? മൂമിനായ മനുഷ്യൻ പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഹക്കീക്കത്താണ്. അതാ പറയണതാ ഇന്ത്യൻ മുത്തക്കിൻ്റെ ഈ പരണ്ടോണ്ടിക്കല് ഈ ഇന്ധന മുത്തലൊക്കെ വേണ്ടെന്ന ചർച്ച. മുത്താലിക്കുൻ